പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം. നമുക്കൊരു ലഘുലേഖയിൽ പറഞ്ഞിരിക്കുന്ന രണ്ട് വിഷയങ്ങളെക്കുറിച്ച് അല്പകാര്യം ചിന്തിക്കാം. ഏതോ ഒരു ക്രൈസ്തവ വിഭാഗത്തിൻ്റെ ഒരു ലഘുലേഖയാണ്. അതിൽ പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ഒന്നാമത്തെ കാര്യം, ദേഹം, ദേഹി, ആത്മാവ് എന്നിവയുള്ള ഒരു ത്രിമണ്ഡല ജീവിയായിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. ത്രിമണ്ഡല ജീവി. ഇതിൽ ആദ്യം പറയുന്ന കാര്യം ദേഹം, ദേഹി, ആത്മാവ്. ഉൽപ്പത്തി പുസ്തകം 2:7 നമ്മൾ വായിക്കുമ്പോൾ, യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവൻ്റെ മൂക്കിൽ ജീവശ്വാസമൂട്ടി മനുഷ്യൻ ജീവനുള്ള ദേഹിയായിത്തീർന്നു. ഇവിടെ ത്രിമണ്ഡലം എന്ന് പറയുവാൻ മൂന്നാമതൊരു കാര്യത്തെക്കുറിച്ച് വേദപുസ്തകം പറയുന്നില്ല. ആദാമിൻ്റെ സൃഷ്ടിയിൽ ആദ്യം ഒരു ശരീരം സൃഷ്ടിക്കപ്പെടുന്നു. ആ ശരീരത്തിന് ജീവൻ കൊടുക്കുന്നു. അപ്പോൾ ശരീരവും ജീവനും ചേർന്നതാണ് ആത്മാവ്. മൂന്നാമത് ഒരു ആത്മാവ് എന്ന് പറയാൻ വേദപുസ്തകം ആ വിഷയത്തോട് യോജിക്കുന്നു. അപ്പോൾ ദേഹം എന്ന് പറഞ്ഞാൽ ശരീരം എന്നാണ്. ദേഹി എന്ന് പറഞ്ഞാൽ ജീവനാണ്. ദേഹത്തോടു കൂടിയതാണ് ദേഹി. ദേഹവും ദേഹിയും ചേരുമ്പോഴാണ് ഒരു ജീവി ഉണ്ടാകുന്നത്. മനുഷ്യനും മനുഷ്യേതര ജീവികളും എല്ലാം അങ്ങനെ തന്നെയാണ്. അപ്പോൾ പിന്നെ ആത്മാവെന്ന മൂന്നാമതൊരു ത്രിമണ്ഡലത്തിലെ ഒരു ആശയം പറയേണ്ട ആവശ്യമില്ല. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് മനുഷ്യനും ദൈവവും തമ്മിൽ കൂട്ടായ്മ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ്. അത് കുഴപ്പമില്ല, കൂട്ടായ്മയ്ക്ക് വേണ്ടി തന്നെയാണ്. പക്ഷേ പാപത്തിൻ്റെ ഫലമായി ആ കൂട്ടായ്മ നഷ്ടപ്പെട്ടു. മനുഷ്യൻ പാപിയായി തീർന്നു. പാപത്തിൻ്റെ ഫലമായ മരണത്തിന് മനുഷ്യൻ വിധിക്കപ്പെട്ടു. അക്കാര്യം വേദാനുസരണമാണ്. റോമാലേഖനം 6:23 വാക്യത്തിൽ പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ എന്ന് പറയും. അപ്പോൾ ആദാം പാപം ചെയ്തില്ലെങ്കിൽ മരിക്കാതെ ജീവിച്ചിരിക്കുമായിരുന്നു. പാപം ചെയ്തുകൊണ്ട് ആദാം മരിച്ചു പോകുന്നു എന്നുള്ളതാണ്. പിന്നീട് പറയുന്ന കാര്യം, മനുഷ്യൻ പാപിയായി തീർന്നതിൻ്റെ പേരിലുള്ള അസ്വസ്ഥത, പാപത്തിൽ നിന്ന് മോചനം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആഗ്രഹം മനുഷ്യന് എക്കാലവും ഉണ്ടായി എന്നാണ്. മനുഷ്യൻ്റെ ഈ അസ്വസ്ഥതയ്ക്ക് കാരണം പാപത്തിൻ്റെ ശിക്ഷയെപ്പറ്റിയുള്ള ഭയനിമിത്തം. കാരണം പാപത്തിൻ്റെ ശിക്ഷ നിത്യമരണം അഥവാ അന്തമില്ലാത്ത നരകശിക്ഷയാണെന്ന് ദൈവവചനം വെളിപ്പെടുത്തുന്നു. അപ്പോൾ മുകളിൽ പറഞ്ഞ കാര്യത്തിന് നേരെ വിപരീതമായിട്ടാണ് ഇവിടെ പറയുന്നത്. പാപത്തിൻ്റെ ശിക്ഷ മരണമാണെന്ന് കൃത്യമായ വേദസൂക്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥാപിച്ചു കഴിഞ്ഞു. പിന്നീട് പറയുമ്പോൾ പാപത്തിൻ്റെ ശിക്ഷ നിത്യമരണം അഥവാ അന്തമില്ലാത്ത നരകശിക്ഷയാണെന്ന് ദൈവവചനം വെളിപ്പെടുത്തുന്നു. ഇങ്ങനെ ഒരു ഭോഷത്വം ദൈവവചനം ഇതുവരെയും വെളിപ്പെടുത്തിയിട്ടില്ല. പാപത്തിൻ്റെ ശിക്ഷ നിത്യമരണം ആണ് എന്ന് പറഞ്ഞാൽ അത് ശരിയാണ്, മുകളിൽ പറയുന്ന വാക്യത്തിന് യോജിക്കുന്നതാണ്. അന്തമില്ലാത്ത നരകശിക്ഷ. അപ്പം യഥാർത്ഥത്തിൽ പാപത്തിൻ്റെ ഫലം എന്താണ്? മരണമാണോ അന്തമില്ലാത്ത നരകശിക്ഷയാണോ എന്നുള്ള കാര്യത്തിൽ ഈ ഉപദേഷ്ടാക്കന്മാർ വ്യക്തത വരുത്തേണ്ടത് ആവശ്യമാണ്. പാപത്തിൻ്റെ ശിക്ഷ ഒന്നുകിൽ മരണമായിരിക്കണം, അല്ലെങ്കിൽ നരകമായിരിക്കണം. യേശുക്രിസ്തു പാപത്തിൻ്റെ ഫലമായി നരകശിക്ഷയല്ല അനുഭവിച്ചത്, മരണശിക്ഷയാണ്
അനുഭവിച്ചത് എന്നുള്ളത് ഈ ഉപദേശത്തെ വിശേഷം ഖണ്ഡിക്കുന്നതാണ്. പാപത്തിന് ശിക്ഷ നരകമാണെങ്കിൽ യേശുക്രിസ്തുവും നരകത്തിൽ തന്നെ പോകേണ്ടി വരുമായിരുന്നു. അപ്പോൾ ദൈവവചനം ആദ്യം ഒരു കാര്യം പറഞ്ഞ് ഉറപ്പിച്ചിട്ട് പിന്നീട് ആ കാര്യത്തിന് മാറ്റം വരുത്തി പറയുന്ന ഒരു സ്വഭാവത്തിലല്ല വേദപുസ്തകം എഴുതിയിരിക്കുന്നത്. നമ്മൾ ധരിച്ചു കൂട്ടുന്നതിൻ്റെ കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ എതിരഭിപ്രായങ്ങൾ വരുന്നു എന്നുള്ളതാണ്. നിത്യമരണമെന്ന് പറഞ്ഞാൽ എന്നേക്കുമായി മരിച്ചുപോയി എന്നല്ലേ അതിൻ്റെ അർത്ഥം. മരിച്ചുപോയ ഒരാളെ പിന്നെ നരക ശിക്ഷയായി നരകത്തിലിട്ട് എങ്ങനെ ദണ്ഡിപ്പിക്കുവാൻ കഴിയും? മൂന്നാമതൊരു വാക്യത്തെക്കുറിച്ച് പറയുന്നത്, സുവിശേഷം അനുസരിക്കാത്തവർ കർത്താവിൻ്റെ സന്നിധാനവും അവൻ്റെ വല്ലഭത്വത്തോടു കൂടിയ മഹത്വവും വിട്ടകന്ന് നിത്യനാശമെന്ന ശിക്ഷാവിധി അനുഭവിക്കും. 2 തെസ്സലോനി 1:10 അപ്പോൾ നിത്യനാശമെന്ന ശിക്ഷാവിധി അനുഭവിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെയും എന്താണ് നിത്യ നരകത്തിന് സ്ഥാനമുള്ളത്? അപ്പോൾ നരകോപദേശം പടുപോഷത്തരമാണെന്ന് ഈ 2 വാക്യങ്ങളെ കൊണ്ട് തെളിയിക്കാൻ പറ്റും. ഇതേതോ പുറജാതി മതത്തിൽ നിന്നും ക്രൈസ്തവരുടെ ഇടയിൽ കടന്നുകൂടിയ തെളിവില്ലാത്തതും വ്യക്തമല്ലാത്തതുമായ ചില നിഗമനങ്ങളിൽ നിന്ന് വന്നുകൂടിയിട്ടുള്ള ആശയമാണ്. ഈ നരകം എവിടെയാണെന്ന് കണ്ടുപിടിക്കുവാനെന്ന് ശാസ്ത്രത്തിനും കഴിഞ്ഞിട്ടില്ല. നരകമുണ്ടെന്ന് തെളിയിക്കാൻ തക്ക യാതൊരു തെളിവുകളും വേദപുസ്തകവും പറയുന്നില്ല. പഴയ നിയമത്തിൽ നരകത്തെക്കുറിച്ച് യാതൊരു സൂചനയുമില്ല. പുതിയ നിയമത്തിൽ പല ഭാഗത്തും നരകമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ നരകമെന്ന് പറയുന്ന ആ വാക്കിൻ്റെ അതിലെന്താണ് ലക്ഷ്യാർത്ഥമാക്കിയിരിക്കുന്നത് എന്ന് നാം പഠിക്കേണ്ടത് ആവശ്യമാണ്. കർത്താവ് പറഞ്ഞ പല ഉപമകളും അത് അക്ഷരാർത്ഥത്തിൻ്റെ ഒരു ലക്ഷ്യാർത്ഥം കണ്ടുകൊണ്ട് പറയുന്ന. വേദപുസ്തകത്തിൽ നരകമെന്ന് പല ഭാഗത്തും പദങ്ങൾ കാണാം. ഒരു കണ്ണുള്ളവനായി നരകത്തിൽ വീഴുന്നതിനേക്കാൾ ജീവനിൽ കിടക്കുന്നത് നല്ലത്. 2 കാലുള്ളവനായി നരകത്തിൽ വീഴുന്നതിനേക്കാൾ 1 കാലുള്ളവനായി ജീവനിൽ കിടക്കുന്നത് നല്ലത് എന്നാണ്. അപ്പം ഇവിടെ ജീവനെതിരായിട്ട് പറയുന്നത് എന്താ? നരകമെന്നാണ്. ജീവന്റെ എതിരെന്ന് പറഞ്ഞാൽ നിത്യനാശമെന്നാണ്. ജീവനില്ല എന്നാണ് അതിൻ്റെ അർത്ഥം പറയുന്നത്. അപ്പം ഇവിടെ ഈ നരകം എന്നുള്ള പദത്തിൽ എന്താണ് കർത്താവ് ഉദ്ദേശിച്ചത്? യെരുശലേമിൻ്റെ അതിരിലുള്ള ഒരു ഹിന്നോം താഴ്വര, അവിടെ മലിന പദാർത്ഥങ്ങൾ കൊണ്ട് കൂട്ടുകയും തീയും ഗന്ധകവും ഉപയോഗിച്ച് ഈ മലിന വസ്തുക്കളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ് അവിടെ ഉണ്ടായത്. അതിനകത്ത് ശവശരീരങ്ങളുണ്ടാവും, മറ്റ് അജീർണ വസ്തുക്കൾ, വേസ്റ്റുകൾ ഇതെല്ലാം ഉണ്ടാവും. ഇതിങ്ങനെ കത്തി അമരുന്നതിന് വേണ്ടി ഗന്ധകം വിതറുകയും തീ ഇട്ടുകൊടുക്കുകയും ചെയ്യും. അപ്പോൾ തീയുടെ സ്പർശനമേൽക്കാതെ വരുന്ന ഈ വേസ്റ്റുകളൊക്കെ അത് ജീർണിച്ച് പുഴുവരിച്ച് അങ്ങനെ ദുർഗന്ധം വമിച്ച് അത് നാശത്തിന് ഇരയായിക്കൊണ്ടിരിക്കുന്നതാണ്. ഇത് കണ്ടാണ് കർത്താവ് പറയുന്നത്, ദൈവവചനത്തിനും ദൈവരാജ്യത്തിനും കൊള്ളാത്തവരെ ഇതുപോലെ നിശേഷം നശിപ്പിക്കുമെന്നുള്ള ഒരാശയം കർത്താവ് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നരകം എന്ന് ആ പദം അവിടെ ഉപയോഗിക്കും. അത് യഥാർത്ഥത്തിൽ ഒരു ഭാവിയിൽ മനുഷ്യരെ നശിപ്പിക്കുവാനുള്ള ഒരു അക്ഷരാർത്ഥ
അവസ്ഥയോ സ്ഥലമോ അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പാപത്തിൻ്റെ ശിക്ഷ മരണം. മരണം ഇല്ല എങ്കിൽ മനുഷ്യൻ എക്കാലവും ജീവിച്ചിരിക്കുമെന്നുള്ളതാണ്. പാപത്തിൻ്റെയും മരണത്തിൻ്റെയും ഫലമായി മനുഷ്യൻ നിത്യമായി ഇല്ലായ്മയാകും. ഈ ഇല്ലായ്മയിൽ നിന്ന് വീണ്ടും മനുഷ്യൻ ഉണ്മയിലേക്ക് വരുന്നതാണ്, വീണ്ടും മനുഷ്യൻ ജീവിക്കുന്നത്. അതിനെയാണ് വേദപുസ്തകം പുനരുദ്ധാനം എന്ന് പറയുന്നത്. ഇപ്പം ജീവിതത്തിനും മരണത്തിനും ഇടയിൽ മറ്റൊരു സ്ഥലമുണ്ടെന്ന് പഠിപ്പിക്കുന്നവർ, അതായത് ശുദ്ധീകരണ സ്ഥലം. മനുഷ്യൻ ശുദ്ധീകരിക്കപ്പെടേണ്ടത് അവൻ ജീവിച്ചിരിക്കുമ്പോഴാണ്. മരണശേഷമല്ല മനുഷ്യനെ ശുദ്ധീകരിക്കുന്നത്. മനുഷ്യൻ്റെ ജീവിതകാലം മുഴുവൻ ശുദ്ധീകരണത്തിനുള്ള അവസരമാണ്. മരണത്തോടുകൂടി എല്ലാ അവസരങ്ങളും നഷ്ടപ്പെടുന്നു എന്നാണ് വേദപുസ്തകം പറയുന്നത്. ഇതുപോലെ ഒരുപാട് വ്യാജ ഉപദേശങ്ങൾ പല ക്രൈസ്തവ മണ്ഡലങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. വേദപുസ്തകം വളരെ സൂക്ഷ്മമായി പഠിച്ചെങ്കിൽ മാത്രമേ ഇതുപോലെയുള്ള അബദ്ധ വിശ്വാസങ്ങളിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച് യഥാർത്ഥ സത്യം മനസ്സിലാക്കാൻ നമുക്ക് സാധ്യമാകുള്ളൂ. ഈ വിഷയത്തെക്കുറിച്ച് ഇപ്പോൾ ഇത്രയും പറഞ്ഞ് അവസാനിപ്പിക്കും.